ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ന് നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, സഭയും CPM തമ്മിലുള്ള പോരാണ്. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് വളരെ കൃത്യമായി തന്നെ സഭയുടെ പ്രതിനിധികൾ മറുപടി നൽകി. സഭയോട് പോര്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവനയെ ചൊല്ലി തലശ്ശേരി രൂപതയും CPM-ഉം നേർക്കുനേർ. അവസരവാദി എന്നാണ് ജോസഫ് പാംപ്ലാനിയെ MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ മറുപടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ചതിൽ BJP-ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞ പാംപ്ലാനിയുടെ നിലപാടിനെതിരെയാണ് CPM പരസ്യമായ രംഗത്ത് വന്നത്. ചില പിതാക്കന്മാർ RSന് കൊള്ളോത്ത് നടത്തുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. ചില പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളൂത്ത് നടത്തുകയാണ്. കേക്കുമായിട്ട് RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്? പാംപ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പാംപ്ലാനി അപ്പം ചുറ്റി. പാംപ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാംപ്ലാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. ഇവിടെ RSന്റെ ഓഫീസിൽ. സയ്യിദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സയ്യിദ്, ഇപ്പോൾ നമുക്കറിയാം പല നേരത്തെയും നികൃഷ്ടജീവി പ്രയോഗമുണ്ടായിരുന്നു. CPM സഭയുമായി പോരിടുന്നത് ആദ്യമായി അല്ല. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. അതിനൊരു പ്രത്യേക പശ്ചാത്തലവും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. BJP-യുമായുള്ള സഭയുടെ അടുപ്പം കൂടിയത് വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ടോ അത് CPM-നെ? 2021 തുടർഭരണം കിട്ടാൻ മുഖ്യ കാരണമായി CPM വിലയിരുത്തിയത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ്. ഇത് അതിനു മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPM-നും ഇടതുപക്ഷത്തിനും പൊതുവിൽ അനുകൂലമായി ഉണ്ടായി എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. അതിനുശേഷം ഇന്നുവരെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി പൊതുവിൽ അകലാതെ ജാഗ്രത പുലർത്തിയിരുന്ന ഇടതു നേതൃത്വം, CPM നേതൃത്വം ഇപ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. ജോസഫ് പാംപ്ലാനിക്കെതിരെ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്ക് അത്തരമൊരു രാഷ്ട്രീയ മുഖമുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുകയാണ്. ഒരു പക്ഷേ ജോസഫ് പാംപ്ലാനിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് CPM നടത്തിയ പ്രസ്താവനയായി കൂടി അത് കാണുവാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഈ കന്യാസ്ത്രീയുടെ അറസ്റ്റിന് പിന്നാലെ സ്വീകരിച്ച നിലപാടിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ജോസഫ് പാംപ്ലാനി മാത്രമാണ്. അതായത് അല്പം BJP അനുകൂല നിലപാട് സ്വീകരിച്ചത്. അതിനുശേഷം കത്തോലിക്ക സഭയിലെയോ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു ബിഷപ്പുമാരും BJPക്ക് അങ്ങനെ അനുകൂലമായൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് പാംപ്ലാനിയുടെ മാത്രം ഒരു നിലപാടാണ്. അതുകൊണ്ട് വിമർശനം പാംപ്ലാനിയിലേക്ക് മാത്രം ഒതുങ്ങുമെന്ന വിലയിരുത്തലാവാം ഒരുപക്ഷെ CPM ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുക. പക്ഷേ CPM-നെ തുറന്നെതിർത്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ജോസഫ് പാംപ്ലാനിക്ക് അപ്പുറത്തേക്കുള്ള ഒരു സഭയുടെ പൊതുവായ പ്രതികരണമായി മാറുമോ എന്നതാണ് ഇനിയുള്ള ദിവസങ്ങൾ കണ്ടറിയേണ്ടത്. KCBC അടക്കമുള്ള അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ കൂടുതൽ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബിഷപ്പ്മാരടക്കം ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിലപാടെടുത്താൽ അതിൻ്റെ രാഷ്ട്രീയ മുഖം മാറും. നാളത്തെ ദിവസം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നിർണായകമാണ്. അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും ജോസഫ് പാംപ്ലാനിക്കെതിരായ CPM-ന്റെ നിലപാട് അത് ബോധപൂർവമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിനിടയിൽ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്ക് തുടർച്ചയായി DYFI-യുടെയും എക്കബാലിനടക്കമുള്ള CPM നേതാക്കളും സമാന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ബോധപൂർവമായി തന്നെ അവർക്ക് നിലപാടാണ്. അതായത് കത്തോലിക്ക ക്രൈസ്തവ സഭാ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. അവരെ ഒപ്പം നിർത്തുക തന്നെയാണ് ലക്ഷ്യം. എന്നാൽ ജോസഫ് പാംപ്ലാനിക്ക് മറുപടി പറയാൻ കൂടി CPM ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും ഈ നീക്കം സുപ്രധാനമാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതികരണം കൂടി പുറത്തു വരേണ്ടതുണ്ട്. കത്തോലിക്ക സഭയിലെ മറ്റ് സഭാ നേതൃത്വങ്ങൾ, സഭയുടെ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ ഈ വിഷയത്തിൽ CPM നേതൃത്വത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നാളെ ഇതിൻ്റെ തുടർ നീക്കങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ വിഷയത്തിൽ UDF അടക്കം സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളും പ്രസക്തമാണ്. BJP ജോസഫ് പാംപ്ലാനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിലപാട് എടുത്തു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗമായി നേതാക്കൾ അടക്കം എടുക്കുന്ന നിലപാട് നിർണായകമാണ്. എന്തായാലും കത്തോലിക്ക സഭയുമായി CPM നിലനിർത്തിപ്പോരുന്ന ഒരു ഐക്യം അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാട്ടൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നാളെ അടക്കം നടക്കാൻ പോകുന്ന നീക്കങ്ങൾ സുപ്രധാനമാണ്.
സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. CPM വിമർശനങ്ങൾക്ക് ഫാദർ ഫിലിപ്പ് കബീലിന്റെ മറുപടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഇന്ന് ഉണ്ടായിരുന്നത്. അത് നെല്ലും പതിരും തിരിച്ചറിയാൻ സഭയ്ക്ക് അറിയാം. കന്യാസ്ത്രീകളുടെ മോചനത്തിന് BJP സഹായിച്ചു. കേരളത്തിൽ കക്കുകളി നാടകം നടത്തിയവരാണ് CPM ന്യായീകരണം തെരുവ് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ എന്ന് കടുപ്പിച്ചു ഇന്ന് ഫിലിപ്പ് കബീൽ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. ഭയക്കാനൊന്നുമില്ല. ഞങ്ങൾ 2000 വർഷത്തെ ചരിത്രമുള്ള സഭയാണ്. എത്രയോ വലിയ മതമർദ്ദകരെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. എത്രയോ രാജ്യങ്ങളിൽ മാർക്സിസ്റ്റ് ഭരണകൂടങ്ങൾ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ഈ സഭയ്ക്ക് ഇതൊക്കെ വെറും നിസ്സാരമായ കാര്യങ്ങളാണ്. റെജി ലൂക്കോസിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ അതിന് തെറ്റൊന്നുമില്ല, അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. അല്ലാതെ ഞങ്ങളത് അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഒരു ഫാസിസത്തിൻ്റെ മറ്റൊരു വികൃത മുഖമാണെന്ന് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.